സെക്കൻഡ് ഇയർ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇനിയും പഠിക്കാൻ പോകുന്നത് 4ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള വെബ് ടെക്നോളജിയെ പറ്റിയാണ്. കഴിഞ്ഞ വർഷം നമ്മൾ 8ാമത്തെയും 9ാമത്തെയും ചാപ്റ്റർ ആയിട്ടുള്ള നെറ്റ്വർക്ക്സിലും അതുപോലെ തന്നെ ഇൻ്റർനെറ്റ് എന്ന ചാപ്റ്ററിലും നമുക്ക് ബ്രൗസേഴ്സിനെ പറ്റിയും അല്ലെങ്കിൽ സെർവറിനെ പറ്റി അതുപോലെ തന്നെ വെബ്സൈറ്റ് പറ്റിയും പ്രോട്ടോകോൾസിനെ പറ്റിയൊക്കെ നമ്മൾ ഒന്ന് പറഞ്ഞിരുന്നു. ഇനി ഈ ഒരു ചാപ്റ്ററിനകത്ത് മെയിനായിട്ട് നമുക്ക് അതിൻ്റെ കമ്മ്യൂണിക്കേഷൻസ്, വെബിൽ നമ്മളെങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, വെബ്സൈറ്റുകൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, അതുപോലെ തന്നെ അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെർവേഴ്സ് അല്ലെങ്കിൽ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ്, അതൊക്കെയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിനകത്ത് നോക്കുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് നമുക്ക് വെബ് പേജസ് എന്തുവാണെന്ന് നോക്കാം. വെബ് പേജസ് എന്ന് പറയുന്നത് നമുക്ക് വെബ് പേജസ് ആർ ഡെവലപ്ഡ് യൂസിങ് HTML, ഹൈപ്പർടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. കഴിഞ്ഞ വർഷം പഠിച്ചാണ് നമ്മൾ, ഒന്നുകൂടെ റീവൈൻഡ് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഇറ്റ് ഈസ് ദ ലാംഗ്വേജ് ഓഫ് ഇൻ്റർനെറ്റ്. ഇൻ്റർനെറ്റിൻ്റെ ലാംഗ്വേജാണ് HTML. നമുക്ക് ഏത് വെബ് പേജസും ക്രിയേറ്റ് ചെയ്യുന്നത് HTML ഉപയോഗിച്ചിട്ടാണ്. എനി പേജസ് ക്രിയേറ്റഡ് യൂസിങ് HTMLs ആൻഡ് ഇറ്റ് ക്യാൻ ബി വ്യൂഡ് യൂസിങ് ദ സോഫ്റ്റ്വെയർ കോൾഡ് വെബ് ബ്രൗസേഴ്സ്. നമ്മൾ ഇൻ്റർനെറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് പറയുകയാണ് വെബ് ബ്രൗസർ എന്തുവാണെന്നുള്ളത്. നമുക്ക് വെബ് പേജസ് കാണാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ. അന്നേരം ആ വെബ് പേജസ് എഴുതുന്നത് HTML ലാംഗ്വേജ് ഉപയോഗിച്ചിട്ടാണ്, മാർക്കപ്പ് ലാംഗ്വേജ്. അതുകൊണ്ടാണ് അതിന് ഇൻ്റർനെറ്റിൻ്റെ ലാംഗ്വേജ് എന്ന് നമ്മൾ പറയുന്നത്. ഈ ഒരു വെബ് ബ്രൗസേഴ്സ് എക്സാമ്പിൾസ് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചായിരുന്നു. ഏതൊക്കെയാണ്? ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ, ഗൂഗിൾ ക്രോം, അതുപോലെ തന്നെ മോസില്ല, ഓപ്പറ തുടങ്ങിയവ. നമുക്കിവിടെ ഗൂഗിളിൻ്റെ ഒരു ഹോം പേജ് വെബ് ബ്രൗസറിനകത്ത് എങ്ങനെയാണെന്നുള്ളത് ആണ് ഇതിനകത്തിപ്പം നമ്മൾ കാണുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് അതിൻ്റെ അഡ്രസ് ബാറിൽ നമ്മൾ ആവശ്യമായിട്ടുള്ള വെബ്സൈറ്റുകൾ ടൈപ്പ് ചെയ്യും. വെബ്സൈറ്റ് എന്ന് പറയുമ്പോൾ ദറ്റ് ഈസ് കളക്ഷൻ ഓഫ് വെബ് പേജസ്. വെബ്സൈറ്റ് നമ്മളവിടെ ടൈപ്പ് ചെയ്യുമ്പോൾ അത് നമുക്ക് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നെക്സ്റ്റ് നോക്കുന്നത്. കമ്മ്യൂണിക്കേഷൻ ഓൺ ദ വെബ് എന്ന് പറയുന്നത്. അത് നമുക്ക് പലതരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻസ് ഇൻ്റർനെറ്റ് വഴി നമുക്കുണ്ട്. ഒന്ന് ഇമെയിൽ വഴി അയക്കാം, അല്ലെങ്കിൽ വെബ് പേജസ് ആക്സസ് ചെയ്യുക. നോക്കുക, there are different forms of communications on the internet like sending emails, accessing web page, etc. Communication on internet can be classified into two. നമുക്ക് രണ്ടായിട്ടാണ് അതിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നത്. ഒന്ന് ക്ലയൻറ്റ് ടു സെർവർ കമ്മ്യൂണിക്കേഷനും രണ്ടാമത്തത് സെർവർ ടു സെർവർ കമ്മ്യൂണിക്കേഷൻ. അന്നേരം നമുക്ക് രണ്ട് ടൈപ്പ് കമ്മ്യൂണിക്കേഷൻ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത് വെബിൽ. അത് ഒന്ന് ക്ലയൻറ്റ് ടു സെർവർ കമ്മ്യൂണിക്കേഷനാണ്. ക്ലയൻറ്റ് ടു സെർവർ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്, ക്ലയൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ യൂസേഴ്സിനെയാണ് നമ്മൾ ക്ലയൻറ്റ്സ് എന്ന് പറയുന്നത്. സെർവർ എന്ന് പറയുമ്പോൾ വെബ് സെർവർ. അതായത് ക്ലയൻറ്റിൽ നിന്നും സെർവറിലേക്കുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ. അത് നമ്മൾ സാധ്യമാകുന്നത് എന്തുവാ? നമ്മൾ ഏതെങ്കിലും ഒരു യൂസർ ഒരു റിക്വസ്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസസിന് വേണ്ടിയുള്ള ഒരു റിക്വസ്റ്റ് നമ്മൾ സെർവറിലേക്ക് അയക്കുക. ആ സെർവർ ആ റിക്വസ്റ്റ് സ്വീകരിച്ചിട്ട് അതിൻ്റെ ഒരു റെസ്പോൺസ് നമുക്ക് തിരിച്ച് ക്ലയൻറ്റിലേക്ക് തരിക. അന്നേരം ആ ക്ലയൻറ്റും സെർവറും തമ്മിലൊരു കമ്മ്യൂണിക്കേഷനാണ് അവിടെ നടക്കുന്നത്. സാധാരണയായിട്ട് ഒരു ഡേറ്റ നമുക്ക് വേണം. ഫോർ എക്സാമ്പിളായിട്ട് നമുക്ക് എന്തെങ്കിലും ഒന്ന് സെർച്ച് ചെയ്യണം. ഫോർ എക്സാമ്പിളായിട്ട് ഒരെണ്ണത്തിൻ്റെ ഡെഫിനിഷൻ, ഇപ്പോൾ അക്കൗണ്ടൻസി ഡെഫിനിഷൻ, നമ്മൾ ഏതെങ്കിലും ഒരു സെർച്ച് എഞ്ചിൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മളൊരു റിക്വസ്റ്റ് കൊടുക്കുമ്പോൾ ആ റിക്വസ്റ്റ് ആ സെർവറിൽ പോയി അത് സെർച്ച് ചെയ്യും. ആ സെർച്ച് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ ഒരു റെസ്പോൺസ്, അതിൻ്റെ റിസൾട്ട് നമുക്ക് ക്ലയൻറ്റിലേക്ക് കൊണ്ടുതരുവാണ് ചെയ്തിരിക്കുന്നത്.
അതാണ് ക്ലയൻറ്റ് ടു സെർവർ കമ്മ്യൂണിക്കേഷൻ. സാധാരണയായിട്ട് അതിന് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം യാതൊരുവിധ ഓതൻറ്റിക്കേഷൻ്റെയോ ഒന്നും പ്രശ്നം വരുന്നില്ല. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന HTTP എന്ന് പറയുന്ന പ്രോട്ടോക്കോൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ ഒരു സെക്യൂർ ട്രാൻസാക്ഷനാണ് നടക്കുന്നതെങ്കിൽ, ഫോർ എക്സാമ്പിളായിട്ട് നമ്മൾ ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുന്നു, അന്നേരം നമ്മൾ അതിൻ്റെ യൂസർ നെയിമും പാസ്വേഡും ഒക്കെ കൊടുക്കുന്നു. ആ പാസ്വേഡും ഒക്കെ മറ്റുള്ള ആൾക്കാർ, മൂന്നാമതൊരാൾ യൂസ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. എന്നുവെച്ചാൽ നമ്മുടേത് ഹാക്ക് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. പാസ്വേഡൊക്കെ ഹാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിൽ നമുക്കറിയാതെ അവർക്ക് കയറി എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അങ്ങനെയുള്ള ട്രാൻസാക്ഷൻസ് നടക്കുമ്പോൾ സെക്യൂർ ആയിട്ടുള്ള ട്രാൻസാക്ഷൻസിന് വേണ്ടി നമ്മളവിടെ HTTPക്ക് പകരം HTTPS എന്ന് വെച്ചാൽ ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ സെക്യൂർ എന്ന് പറയുന്ന പ്രോട്ടോക്കോളാണ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് ഒരു സ്റ്റാൻഡേർഡ് സെക്യൂരിറ്റി ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ്, അത് SSL സെക്യൂർ സോക്കറ്റ് ലെയർ എന്ന് പറയുന്ന ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് അത് നമുക്ക് ചെയ്യാൻ. അത് നമ്മൾ അയക്കുന്ന ഡേറ്റാസ്, ഇപ്പോൾ പാസ്വേഡ്, യൂസർ നെയിമും പാസ്വേഡും ഒക്കെ ഒരു എൻക്രിപ്റ്റഡ് ഫോമിലായിരിക്കും ഡേറ്റാസ് നമുക്ക് ഇൻ്റർനെറ്റ് വഴി സെൻഡ് ചെയ്തിരിക്കുന്നത്, സെർവറിലേക്ക് സെൻഡ് ചെയ്യും. അന്നേരം അതിന് നമ്മളവിടെ ട്രസ്റ്റഡ് ആയിട്ടുള്ള സൈറ്റുകൾ അല്ലെങ്കിൽ സെക്യൂർ ആയിട്ടുള്ള സൈറ്റുകൾ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് സാധാരണ HTTPS എന്നൂടെ കാണും. ഇപ്പോൾ ഓൺലൈൻ ബാങ്കിങ്ങിൻ്റെ ഏത് ബാങ്കിൻ്റെ സൈറ്റ് എടുത്താലും, ഒറിജിനൽ ആയിട്ടുള്ള സൈറ്റ് എടുത്ത് നോക്കിയാലും അതിനകത്ത് HTTPS എന്ന് പറയുന്ന ഒരു പ്രോട്ടോകോൾസ് ആയിരിക്കും അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. നോക്കാം, ഹിയർ എ യൂസർ റിക്വസ്റ്റ് സർവീസ് ഫ്രം ദ സെർവർ ആൻഡ് ദ സെർവർ റിട്ടേൺസ് ബാക്ക് ദ സർവീസ് ടു ദ ക്ലയൻറ്റ്. അത് നോർമൽ കേസിൽ നമ്മൾ നടക്കുന്നതാണ്. ഫോർ സെക്യൂർ ട്രാൻസാക്ഷൻ HTTPS ഈസ് യൂസ്ഡ്. It's worth using SSL, which provides a standard security technology for establishing and encrypted connections on the internet. ഇന്റർനെറ്റിൽ എൻക്രിപ്റ്റഡ് കണക്ഷൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി ഒരു സ്റ്റാൻഡേർഡ് സെക്യൂരിറ്റി ടെക്നോളജിയാണ് SSLs. അത് SSL എന്ന് പറയുന്നത് അത് പ്രൊവൈഡ് ചെയ്യുന്നത് HTTP യൂസ് ചെയ്യുന്നത് ആ ഒരു SSL സെക്യൂർ സോക്കറ്റ് ലെയേഴ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതാണ് ക്ലയൻറ്റ് ടു സെർവർ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. രണ്ടാമത് നമ്മൾ യൂസ് ചെയ്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെർവർ ടു സെർവർ കമ്മ്യൂണിക്കേഷനാണ്. സെർവർ ടു സെർവർ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ എന്തുവാ, ഒരു സെർവറിൽ നിന്നും മറ്റൊരു സെർവറിലേക്കുള്ളൊരു ആശയവിനിമയം നടത്തുക എന്നുള്ളതാണ്. അത് കൂടുതലും നമ്മൾ ഉപയോഗിക്കുന്നത് e-commerce സൈറ്റുകളിൽ. കാരണം നമ്മളിപ്പോൾ അയക്കുന്ന ക്ലയൻറ്റിൽ നിന്നും സെർവറിലേക്ക് അയക്കുന്ന ഡീറ്റെയിൽസ്, ബാങ്ക് ഡീറ്റെയിൽസ്, ഇപ്പം ഓൺലൈൻ പർച്ചേസിങ് നടക്കുകയാണെങ്കിൽ നമ്മളിപ്പം നെറ്റ് ബാങ്കിങ് വഴിയാകാം, അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് വഴിയാകാം, അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് വഴിയാകാം നമ്മൾ പേയ്മെൻറ്റ് നടത്തുന്നത്. എന്നാൽ നമ്മളുടെ ബാങ്ക് ഡീറ്റെയിൽസ് നമ്മുടെ സൈറ്റ് അഡ്രസ് അല്ലെങ്കിൽ ഓൺലൈൻ ഷോപ്പിംഗ് നടക്കുന്ന സൈറ്റിലേക്കാണ് നമ്മൾ കൊടുത്തത്. ആ സൈറ്റിൽ നിന്നും ആ സൈറ്റിൻ്റെ സെർവറിൽ നിന്നും ബാങ്കിൻ്റെ സെർവറിലേക്ക് കോൺഫിഡൻഷ്യലായിട്ട് ഇൻഫർമേഷൻ സെൻഡ് ചെയ്യുകയും റിസീവ് ചെയ്യപ്പെടുക. അന്നേരം അവിടെ നടക്കുന്നത് സെർവർ ടു സെർവർ കമ്മ്യൂണിക്കേഷനാണ്. സെർവർ ടു സെർവർ കമ്മ്യൂണിക്കേഷൻസ് ടേക്സ് പ്ലേസ് ഇൻ e-commerce. In such communication, confidential informations are sent and received between different servers with the consent of client. Another example എഴുതിയിരിക്കുന്നത് നോക്കാം. For an online shopping, the web server of online shopping site needs to send confidential information to bank web server and vice versa. അന്നേരം ഓൺലൈൻ ഷോപ്പിങ്ങിൻ്റെ സൈറ്റിൽ നിന്നും നമുക്ക് നമ്മളുടെ ബാങ്കിൻ്റെ വെബ് സെർവറിലേക്ക്, അതുപോലെ തന്നെ തിരിച്ചു കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള മെസ്സേജസ്, ഇൻഫർമേഷൻസ് അബൌട്ട് ദ പാസ്വേഡ് അല്ലെങ്കിൽ അബൌട്ട് ദ യൂസർ നെയിം, അബൌട്ട് ദ ട്രാൻസാക്ഷൻ എമൗണ്ട്, എന്ത് വേണേലും സെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. അന്നേരം ആ സിറ്റുവേഷനിൽ രണ്ട് സെർവേഴ്സിലും നമ്മൾ ഓതൻറ്റിക്കേറ്റഡ് ആയിരിക്കണം. അത് ഓതൻറ്റിക്കേറ്റഡ് യൂസ് ചെയ്യുന്നത് ചിലപ്പോൾ ഡിജിറ്റൽ സിഗ്നേച്ചർ യൂസ് ചെയ്തിട്ടായിരിക്കും. വെരിസൈൻ എന്ന് പറയുന്ന ഡിജിറ്റൽ സിഗ്നേച്ചർ യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ കൊടുക്കുന്ന ഇൻഫർമേഷൻസ് കറക്റ്റ് ആണോ ഇല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യും. കാരണം നമ്മൾ ഇപ്പോൾ ഒരു ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ് നമ്പർ ഒക്കെ നമ്മൾ സെൻഡ് ചെയ്യുമ്പോഴത്തേക്ക് അത് ബാങ്കിൻ്റെ വെബ് സെർവറിലേക്ക് അവർ അയക്കും.
അവിടെ അത് വെരിഫൈ ചെയ്യും. വെരിഫൈ ചെയ്തിട്ട് അത് തിരിച്ച് ഓക്കെ ആണെന്ന് പറഞ്ഞിട്ട് ഓൺലൈൻ ഷോപ്പിങ്ങിൻ്റെ വെബ് സെർവറിലേക്കാണ് വരുന്നത്. അങ്ങനെ വെബ് സെർവറിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ വരുന്ന സമയത്താണ് വന്നു കഴിയുമ്പോഴാണ് നമ്മൾ കൊടുക്കുന്ന റിക്വസ്റ്റ് അവർ അക്സെപ്റ്റ് ചെയ്യുന്നത്. അത് ഒരിക്കലും ഓതൻറ്റിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. എങ്ങനെ? എൻക്രിപ്റ്റഡ് ഡേറ്റ യൂസ് രീതിയിൽ, എൻക്രിപ്റ്റഡ് ആയിട്ടുള്ള രീതിയിൽ ഡേറ്റാസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും സെർവേഴ്സ് തമ്മിൽ. പിന്നെ ഇവിടെ ബാങ്കിൻ്റെ വെബ് സെർവറും അതുപോലെ തന്നെ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റിൻ്റെ വെബ് സെർവറും തമ്മിൽ ഒരു ഇൻട്രാക്ഷൻസ് നടത്താൻ വേണ്ടി നമ്മളവിടെ ഉപയോഗിക്കുന്ന പേയ്മെൻറ്റ് ഗേറ്റ്വേ എന്ന് പറയുന്ന വെബ് സർവീസ്. ആ പേയ്മെൻറ്റ് ഗേറ്റ്വേ എന്ന് പറയുന്നത് it acts as a bridge between both the servers. അതാണ് മെയിനായിട്ടും സെർവർ ടു സെർവർ കമ്മ്യൂണിക്കേഷനകത്ത് ഈ ഇ-കൊമേഴ്സിൻ്റെ ഓൺലൈൻ ട്രാൻസാക്ഷൻസ് നടക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു രീതി എന്ന് പറയുന്നത്. അതായത് കമ്മ്യൂണിക്കേഷൻ ഓഫ് വെബ് എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിലാണ്. ഒന്ന് ക്ലയൻറ്റ് ടു സെർവർ കമ്മ്യൂണിക്കേഷൻ, രണ്ട് സെർവർ ടു സെർവർ കമ്മ്യൂണിക്കേഷൻ. ഇനി നോക്കാം, നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളതെന്ന് വെച്ചാൽ വെബ് സെർവർ എന്താണെന്നുള്ളതാണ്. വെബ് സെർവർ എന്ന് പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുള്ളതാണ്. ഇറ്റ്സ് എ ഫാസ്റ്റ് കമ്പ്യൂട്ടർ ദാറ്റ് പ്രോസസ് റിക്വസ്റ്റ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ഇൻഫർമേഷൻ. നമുക്ക് ഒരു കമ്പ്യൂട്ടർ പോലെ തന്നെ സാധാരണ കമ്പ്യൂട്ടറിനേക്കാളും കുറച്ചുകൂടെ പവർഫുൾ ആയിട്ടുള്ള കമ്പ്യൂട്ടേഴ്സ്. കാരണം അതിനകത്തിൽ നമ്മൾ കൊടുക്കുന്ന ഇൻഫർമേഷൻസ് സ്റ്റോർ ചെയ്യുകയും അത് പ്രോസസ്സ് ചെയ്യുകയും അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയൊക്കെ വേണം. നമ്മൾ കൊടുക്കുന്ന റിക്വസ്റ്റ് അനുസരിച്ച് അത് പ്രോസസ്സ് ചെയ്യണം. അങ്ങനെ പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്ന കുറച്ചുകൂടെ പവർഫുൾ ആയിട്ടുള്ള ഒരു കമ്പ്യൂട്ടർ, അതാണ് വെബ് സെർവർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് സാധാരണയായിട്ട് നമ്മൾ യൂസ് ചെയ്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെബ് പേജസ് അല്ലെങ്കിൽ വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യും. അന്നേരം ഈ വെബ് സെർവേഴ്സ് നമുക്ക് സാധാരണയായിട്ട് നമ്മൾ യൂസ് ചെയ്തേക്കുന്ന ഇപ്പം വെബ്സൈറ്റ് എടുക്കണം, അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സർവീസസിലാണ് www എന്ന് പറയുന്നത്, വേൾഡ് വൈഡ് വെബ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇമെയിൽ അയക്കുക, ബ്ലോഗ്സ് ക്രിയേറ്റ് ചെയ്ത് അത് നോക്കുക, അങ്ങനെ ഉള്ള സർവീസസാണ് ഈ വെബ് സെർവേഴ്സ് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ സം ഓഫ് ദ കോമൺലി യൂസ്ഡ് വെബ് സെർവർ പാക്കേജസ് ആർ അപ്പാച്ചെ സെർവർ, പിന്നെ മൈക്രോസോഫ്റ്റിൻ്റെ ആണെങ്കിൽ ഇൻ്റർനെറ്റ് ഇൻഫർമേഷൻ സെർവർ, ഗൂഗിളിൻ്റെ വെബ് സെർവർ ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പാച്ചെ എന്ന് വെച്ചാൽ ഒരു പവർഫുൾ ആയിട്ടുള്ള സെർവറാണ്. നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഫ്രീ ആയിട്ട് ഉള്ള സോഫ്റ്റ്വെയർസൊക്കെ യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സെർവേഴ്സ് പ്രോഗ്രാംസ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൂടുതൽ യൂസ് ചെയ്തേക്കുന്ന ഒന്നാണ് അപ്പാച്ചെ. പിന്നെ മൈക്രോസോഫ്റ്റിൻ്റെ പ്രോഡക്റ്റാണ് ഇൻ്റർനെറ്റ് ഇൻഫർമേഷൻ സെർവർ ആയിട്ടുള്ള IIS. പിന്നെ ഗൂഗിളിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ഇപ്പം വെബ് സെർവർ വാങ്ങിയിരിക്കുന്നത്. അങ്ങനെ നമുക്ക് നിരവധി വെബ് സെർവേഴ്സ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഇതിന് ലാർജ് കമ്പ്യൂട്ടറാണ് വെബ് സെർവർ എന്ന് ഞാൻ പറഞ്ഞു. അതിലന്നേരം നമുക്ക് 24 hours 7 ദിവസം 24/7 7 ദിവസം ആഴ്ചയിൽ 7 ദിവസവും 24 മണിക്കൂറും വർക്കിംഗ് കണ്ടീഷനിലായിട്ടുള്ള സാധനമാണ് വേണ്ടത്. കാരണം ലോകത്ത് എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് ഡേറ്റാസ് ഇതിനകത്തോട്ട് റിക്വസ്റ്റ് അയക്കണം, അതുപോലെ അതിൻ്റെ ഒരു റെസ്പോൺസ് നമുക്ക് കിട്ടണം. പിന്നെ അവിടെ ലാർജ് ഡേറ്റാ സെൻറ്റേഴ്സ് ആർ ടു ബി യൂസ്ഡ്. എന്നുവെച്ചാൽ അൺഇൻറ്ററപ്റ്റഡ് ആയിട്ടുള്ള പവർ സപ്ലൈ, ഇലക്ട്രിക് സപ്ലൈസ് കാരണം ഹൈ റാം കപ്പാസിറ്റി ഉള്ള സാധനങ്ങൾ ഉണ്ടാകണം. കാരണം ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് ഇൻഫോർമേഷൻസ് ഓരോ അതിനകത്തോട്ട് റിക്വസ്റ്റ് വന്നുകൊണ്ടിരിക്കും. അതിനനുസരിച്ചുള്ള റെസ്പോൺസ് അല്ലെങ്കിൽ റിസൾട്ട്സ് നമുക്ക് കിട്ടണം. അങ്ങനെയുള്ള ഒരു പവർഫുൾ സിസ്റ്റം കമ്പ്യൂട്ടർ, അതാണ് വെബ് സെർവേഴ്സ് കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അന്നേരം വെബ് സെർവർ ഇസ് എ കമ്പ്യൂട്ടർ ദാറ്റ് പ്രോസസ് റിക്വസ്റ്റ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ട്സ് ഇൻഫർമേഷൻ. They are often used to host web pages. It delivers different services such as www, email, blog, etc. Some of the commonly used web server packages are Apache Server, Microsoft Internet Information Server IIS എന്ന് പറയും, പിന്നെ Google Web Server etc. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പടം, ഒരു ഡേറ്റ സെൻറ്റർ എന്ന് പറയും. നടുക്കാണെന്നാണ് വെബ് സെർവർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ നിന്ന് നമ്മൾ ഓരോ ഇൻഡിവിജ്വലിലേക്കും ഡേറ്റാസ് പാസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഒരു മിനിയേച്ചർ ഫോം എന്ന് മാത്രമേ ഉള്ളൂ ഈ വെബ് സെർവറിനെ പറ്റിയുള്ളത്. നെക്സ്റ്റ് നമുക്ക് നോക്കാമെന്നുള്ളതെന്ന് വെച്ചാൽ പോർട്സിനെ പറ്റിയാണ്.
പോർട്സ് എന്ന് പറയുന്ന ഒരു വാക്ക് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. കഴിഞ്ഞ വർഷം 3ാമത്തെ ചാപ്റ്ററിനകത്ത് ഹാർഡ്വെയർ പോർട്സ് എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഹാർഡ്വെയർ പോർട്സ് എന്ന് പറയുമ്പോൾ എന്താ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹാർഡ്വെയർ പോർട്സ്, PS2 അല്ലെങ്കിൽ VGA പോർട്ട്, HDMI പോർട്ട് തുടങ്ങിയ ഹാർഡ്വെയറുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക്, അല്ലെങ്കിൽ കീബോർഡുമായിട്ട് എക്സ്റ്റേണൽ ഡിവൈസസ് മോണിറ്ററുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഉള്ള പോർട്സിനെയായിരുന്നു ഹാർഡ്വെയർ പോർട്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ PS2 പോർട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് എന്തുവാ, മൗസുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ യൂസ് ചെയ്തേക്കുന്ന പോർട്ട്. സീരിയൽ പോർട്ടുണ്ട്, പാരലൽ പോർട്ടുണ്ട്, കീബോർഡ്സും മൗസ് അല്ലെങ്കിൽ പ്രിൻറ്റേഴ്സ് കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തേക്കുന്നത്. അന്നേരം ഹാർഡ്വെയർ പോർട്സ് ആർ യൂസ്ഡ് ടു കണക്ട് എക്സ്റ്റേണൽ ഡിവൈസ് ലൈക്ക് കീബോർഡ്, മൗസ്, മോണിറ്റേഴ്സ് എക്സെട്ര. അതേസമയം നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് വെച്ചാൽ സോഫ്റ്റ്വെയർ പോർട്സിനെ പറ്റിയാണ്. സോഫ്റ്റ്വെയർ പോർട്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ക്ലയൻറ്റ് സിസ്റ്റവും സെർവർ സിസ്റ്റവും തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നതാണ്. സോഫ്റ്റ്വെയർ പോർട്സ് ആർ യൂസ്ഡ് ടു കണക്ട് ക്ലയൻറ്റ് കമ്പ്യൂട്ടേഴ്സ് ടു server computers. They are also used to identify different services such as file transfer, emails, etc. നമുക്ക് കൊടുക്കാവുന്ന, നമ്മൾ എന്തുവാ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസ്, ഇപ്പോൾ www, പിന്നെ ഫയൽ ട്രാൻസ്ഫർ FTP, ഇമെയിൽ, മെയിൽ അയക്കാൻ വേണ്ടി, അങ്ങനെ ഉള്ള സർവീസസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി കൂടെ യൂസ് ചെയ്തിരിക്കുന്നതാണ് സോഫ്റ്റ്വെയർ പോർട്സ് എന്ന് പറയുന്നത്. അത് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ഒരു 16-bit യുണീക്ക് നമ്പറാണ് സോഫ്റ്റ്വെയർ പോർട്സിന് കൊടുക്കുന്നത്. നമുക്ക് സാധാരണയായിട്ട് യൂസ് ചെയ്തിരിക്കുന്ന പോർട്സും സർവീസസും എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ പോർട്ട് നമ്പറും കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ സർവീസസും പറയുന്നുണ്ട്. പോർട്ട് നമ്പർ 20 and 21, അതിന് നമ്മൾ ഉപയോഗിക്കുന്ന സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് വെച്ചാൽ FTP ആണ്, ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. അതുപോലെ പോർട്ട് നമ്പർ 25 ആണെങ്കിലോ SMTP ആണ്, സിമ്പിൾ മെയിൽ ആക്സസ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ ആണ്. സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ അല്ലെങ്കിൽ ആക്സസ് പ്രോട്ടോകോൾ എന്ന് പറയും. അത് ഇമെയിലിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നതാണ്. പിന്നെ മൂന്നാമത്തെ 53 എന്ന് പറയുന്ന പോർട്ട് നമ്പറാണ്, അത് DNS സെർവറിന് വേണ്ടി, ഡൊമൈൻ നെയിം സിസ്റ്റത്തിന് വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നതാണ് HTTP, ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. നമ്മളിപ്പം പോർട്ട് നമ്പർ യൂസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ HTTP ഒരു വെബ്സൈറ്റ് www.google.com/80 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ, ഫുൾ 80 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ പോർട്ട് നമ്പർ എന്തുവാ, ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടുള്ള ഡേറ്റാസ് ആയിരിക്കും സെൻഡ് ചെയ്യുന്നത്. പിന്നെ 110 എന്ന് പറഞ്ഞാൽ POP3, പോസ്റ്റ് ഓഫീസ് പ്രോട്ടോകോൾ. പിന്നെ 443, അത് സെക്യൂർ ആയിട്ടുള്ള HTTP ടൈപ്സ് സെൻഡ് ചെയ്യാൻ വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നതാണ്. HTTPS സർവീസസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നതാണ് 443. ഈ പോർട്ട് നമ്പേഴ്സും അതിൻ്റെ കറസ്പോണ്ടിങ് സർവീസസും നമ്മൾ ഓർത്തിരിക്കുക. ചിലപ്പം ചോദിക്കാവുന്നതാണ്, FTPയുടെ സർവീസസിന് പ്രൊവൈഡ് ചെയ്യുന്ന പോർട്ട് നമ്പർ ഏതാണ്, അല്ലെങ്കിൽ HTTP സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന പോർട്ട് നമ്പർ ഏതാണ്, അല്ലെങ്കിൽ 53 എന്ന് പറയുന്ന പോർട്ട് നമ്പർ ഏത് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ നമുക്ക് ഇതിനകത്തുനിന്ന് വരാം. കാരണം പോർട്സിനകത്ത് നമുക്ക് സോഫ്റ്റ്വെയർ പോർട്സാണ് ഇപ്പം നമുക്ക് പഠിക്കാനുള്ളത്. സോഫ്റ്റ്വെയർ പോർട്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ക്ലയൻറ്റ് ഒരു പ്രത്യേക സർവീസസിന് വേണ്ടി നമുക്ക് ക്ലയൻറ്റ് സിസ്റ്റവും സെർവർ സിസ്റ്റവും തമ്മിൽ കണക്ട് ചെയ്യുക, അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നതാണ് സോഫ്റ്റ്വെയർ പോർട്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് ഇതിനകത്ത് പഠിക്കാനുള്ളതെന്ന് വെച്ചാൽ DNS സെർവറാണ്. DNS സെർവർ എന്ന് പറയുമ്പോഴത്തേക്ക് എന്തുവാ, ഇറ്റ് ഈസ് യൂസ്ഡ് ടു റിസോൾവ് ഡൊമൈൻ നെയിം ഇൻറ്റു IP. എന്നുവെച്ചാൽ നമ്മൾ ഉപയോഗിക്കുന്ന ഡൊമൈൻ നെയിം എന്ന് പറയുമ്പോൾ എന്താ, നമ്മൾ കൊടുക്കുന്ന അഡ്രസ്, ഡൊമൈൻ നെയിം സിസ്റ്റത്തിൻ്റെ അഡ്രസ്സ് ഉണ്ടല്ലോ, ആ അഡ്രസ്സ് എന്ന് പറയുന്നത് IP അഡ്രസ്സിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുക. ദ പ്രോസസ് ഓഫ് ട്രാൻസ്ലേറ്റിംഗ് ഡൊമൈൻ നെയിം ഇൻറ്റു IP അഡ്രസ് ഈസ് കോൾഡ് നെയിം റെസൊല്യൂഷൻ. When you type a URL in your browser, the browser contacts the DNS server to find IP address. The browser connects using the IP address. If not, it displays the error message. നമുക്ക് ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്, DNS സെർവറിൻ്റെ ഒരു യൂസേജ് എന്ന് പറയുന്നത് എന്തുവാ, നമുക്ക് സാധാരണ രീതിയിൽ നമുക്ക് അഡ്രസ്സസ് അതിനകത്തുണ്ടോ എന്നുള്ളത് നോക്കുക, ഡൊമൈൻ നെയിമിനെ IP അഡ്രസ്സിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുക. എന്നിട്ട് ആ സെർവറിൽ നമ്മൾ കൊടുക്കുന്ന റിക്വസ്റ്റ് ഉണ്ടോ എന്നുള്ളത് സെർച്ച് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്.
ഈ ഡൊമൈൻ നെയിം സിസ്റ്റം ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഒരു URL ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ ബ്രൗസറിൽ ടൈപ്പ് ചെയ്യുമ്പം അത് ആദ്യം ചെയ്യുന്നതെന്ന് വെച്ചാൽ ബ്രൗസറിൻ്റെ ക്യാഷ് മെമ്മറിയിലുള്ള ഏരിയയിൽ നമ്മൾ ടൈപ്പ് ചെയ്ത URL ഉണ്ടോ അല്ലെങ്കിൽ അഡ്രസ്സ് ഉണ്ടോ എന്ന് നോക്കും. ഇല്ല എങ്കിൽ അത് DNSൻ്റെ സിസ്റ്റത്തിൻ്റെ ക്യാഷ് മെമ്മറിയിൽ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യും. ഇൻ കേസ് അവിടെയും നമ്മൾ കണ്ടില്ല എങ്കിൽ DNS സെർവറിൻ്റെ IP അഡ്രസ്സിൽ നോക്കും. ഇൻ കേസ് അങ്ങനെ ഓരോ പടിപടിയായിട്ട് നമുക്ക് മൊത്തം നെറ്റ്വർക്കിൻ്റെയും DNS സിസ്റ്റത്തിൽ ഉള്ള സെർവേഴ്സിൽ നമ്മൾ കൊടുക്കുന്നതിൻ്റെ അഡ്രസ്സ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യും. ഇൻ കേസ് ഒരിടത്തും നമുക്ക് അഡ്രസ്സ് കണ്ടില്ല എങ്കിൽ നമുക്കൊരു എറർ മെസ്സേജ് ആയിരിക്കും വരുന്നത്. കാരണം നമ്മളൊരു സൈറ്റ് അഡ്രസ്സ് ടൈപ്പ് ചെയ്യുന്നു. സൈറ്റ് അഡ്രസ്സ് ടൈപ്പ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇട്ട് തെറ്റായിട്ടുള്ളൊരു സൈറ്റ് അഡ്രസ്സാണ് ടൈപ്പ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അതിൻ്റെ പേജസ് ഡിസ്പ്ലേ ആവത്തില്ല. അന്നേരം നമുക്ക് പേജ് കനോട്ട് ബി ഡിസ്പ്ലേഡ് എന്ന് പറഞ്ഞൊരു മെസ്സേജ് വരും. ആ മെസ്സേജ് വരുന്നതെന്ന് വെച്ചാൽ ഇതുവരെയുള്ള DNS സെർവർ വരെയുള്ള എടുത്ത് ഫ്രം ദ ബ്രൗസറിൻ്റെ ക്യാഷ് മുതൽ DNS സെർവർ വരെയുള്ള ഏരിയയിൽ ചെക്ക് ചെയ്ത് ഒന്നും കിട്ടാത്തതുകൊണ്ടാണ് അന്നേരം നമുക്കൊരു ഡിസ്പ്ലേ എറർ മെസ്സേജ് ഡിസ്പ്ലേ ചെയ്ത് വരുന്നത്. അന്നേരം DNS സെർവർ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് യൂസ്ഡ് ടു റിസോൾവ് ദ ഡൊമൈൻ നെയിം ഇൻറ്റു IP address. The process of translating domain name into IP address is called name resolution. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അബൌട്ട് ദ വെബ് പേജസ്. വെബ് പേജസ് നമ്മൾ നേരത്തെ പറഞ്ഞു. വെബ് പേജ് ക്രിയേറ്റ് ചെയ്യുന്നത് HTML ലാംഗ്വേജസ് ഉപയോഗിച്ചിട്ടാണ്. ഇറ്റ് ഈസ് എ സ്റ്റാൻഡേർഡ് ലാംഗ്വേജ്. അന്നേരം ആ വെബ് പേജസ് തന്നെ നമുക്ക് രണ്ട് രീതിയിൽ പറയാം. ഒന്ന് സ്റ്റാറ്റിക്കും പിന്നെ ഒന്ന് ഡൈനാമിക്. സ്റ്റാറ്റിക് എന്ന് പറയുന്ന പേജസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ കണ്ടന്റ് റിമെയിൻസ് ദ സെയിം. നമുക്ക് പേജ് ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ആദ്യം എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നു അത് അതേപോലെ തന്നെ ഡിസ്പ്ലേ ചെയ്യും. നമുക്ക് ഇടയ്ക്ക് വെച്ച് അതിൻ്റെ മാറ്റങ്ങൾ വരുത്താൻ പറ്റത്തില്ല. അതാണ് അവിടെ സ്റ്റാറ്റിക് വെബ് പേജസ് കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. നമ്മൾ സാധാരണ രീതിയിൽ HTML വെച്ച് ഉപയോഗിക്കുന്ന ക്രിയേറ്റ് ചെയ്യുന്ന വെബ് പേജസ് എന്ന് പറഞ്ഞത് സ്റ്റാറ്റിക്കാണ്. കാരണം നമ്മളൊരു HTML കോഡ് എഴുതി ഒരു വെബ് പേജ് ക്രിയേറ്റ് ചെയ്ത് അത് റൺ ചെയ്യുമ്പോൾ നമ്മളെങ്ങനെ എഴുതി ചെയ്യുന്നോ അതനുസരിച്ച് മാത്രമേ അത് ഡിസ്പ്ലേ ചെയ്തുള്ളൂ. ഡിസ്പ്ലേ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിനകത്തുനിന്ന് യാതൊരു ചേഞ്ചസും വരുത്താൻ പറ്റത്തില്ല. അതാണ് പറഞ്ഞിരിക്കുന്നത് സ്റ്റാറ്റിക് വെബ് പേജസ് കണ്ടെയ്ൻ ദ സെയിം കണ്ടന്റ് ഈച്ച് ടൈം ദ പേജ് ഈസ് ലോഡഡ്. പിന്നെ രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് ഡൈനാമിക് വെബ് പേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതല്ല. സ്റ്റാറ്റിക് ആണെങ്കിൽ റിമെയിൻസ് ദ സെയിം ആണെങ്കിൽ ഡൈനാമിക് എന്ന് പറഞ്ഞിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ചേഞ്ച് ചെയ്യും. നമുക്ക് റൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അതിനകത്തുള്ള പേജസിന് എന്തെങ്കിലും ചേഞ്ചസ് വരുത്താൻ പറ്റുന്നെങ്കിൽ അവിടെ നമുക്ക് വരുത്താൻ പറ്റും. അന്നേരം അതിന് അവിടെ നമുക്ക് ചെറിയ എക്സ്ട്രാ ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ് കൂടെ HTML കൂടെ എക്സ്ട്രാ ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ് ഇപ്പോൾ സെർവർ സൈഡിലാകാം അല്ലെങ്കിൽ ക്ലയൻറ്റ് സൈഡിലാകാം. ആ ഒരു ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ് കൂടെ നമുക്ക് വെബ് സെർവറിൽ ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. അതിന് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഡൈനാമിക് വെബ് പേജിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ടെക്നോളജീസ് എന്ന് പറയുമ്പം എന്തുവാ ജാവാ സ്ക്രിപ്റ്റ് ഉണ്ട്, VB സ്ക്രിപ്റ്റ് ഉണ്ട്, PHP, ASP, JSP തുടങ്ങിയ ടെക്നോളജീസ് നമുക്ക് അവിടെ ഉപയോഗിക്കാം. പിന്നെ മെയിനായിട്ടും അതിൻ്റെ ഡിഫറൻസ് ബിറ്റ്വീൻ ജാവാ സ്ക്രിപ്റ്റ് സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് വെബ് പേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാറ്റിക് വെബ് പേജ് എന്ന് പറഞ്ഞാൽ കണ്ടന്റ് ഫിക്സ്ഡ് ആയിരിക്കും. ഡൈനാമിക് ഇടാണെങ്കിലോ കണ്ടന്റ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. സ്റ്റാറ്റിക്കിൽ നമുക്ക് ഡേറ്റാബേസ് യൂസ് ചെയ്യുന്നില്ല. ദേ ഡു നോട്ട് യൂസ് ഡേറ്റാബേസ്. ഡൈനാമിക് ആണെങ്കിലോ നമുക്ക് ഡേറ്റാബേസ് യൂസ് ചെയ്യുന്നുണ്ട്. കാരണം കണ്ടന്റ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി നമുക്ക് ഡേറ്റാബേസ് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ മൂന്നാമത് പറഞ്ഞ മെയിനായിട്ടുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാറ്റിക് വെബ് പേജ് എന്ന് പറയുന്നത് ബ്രൗസറിലാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ദേ ആർ എക്സിക്യൂട്ടഡ് ഓൺ ദ ബ്രൗസർ. മറ്റേതാണെങ്കിലോ ഡൈനാമിക് ആണെങ്കിലോ സെർവറിൽ എക്സിക്യൂട്ട് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് ക്ലയൻറ്റ് സൈഡ് അല്ലെങ്കിൽ ബ്രൗസറിലായിരിക്കും അത് ഡിസ്പ്ലേ ചെയ്യുന്നത്. സ്റ്റാറ്റിക് വെബ് പേജ് എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഡെവലപ്പ് ചെയ്യാം. അതുപോലെ തന്നെ ചിലവും കുറവായിരിക്കും. ഈസി ടു ഡെവലപ്പ് ആൻഡ് ലെസ് എക്സ്പെൻസീവ്. ഡൈനാമിക് ആണെങ്കിൽ ഡിഫിക്കൽട്ട് ടു ഡെവലപ്പ് ആൻഡ് എക്സ്പെൻസീവ്. കാരണം
HTML കൂടെ തന്നെ HTML ആണല്ലോ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജ്. ആ HTML കൂടെ തന്നെ നമുക്ക് മറ്റ് ടെക്നോളജീസ് കൂടെ ഇതിനകത്ത് യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ ഉള്ള ഒരെണ്ണമാണ് അവിടെ ഡൈനാമിക് ആയിട്ടുള്ള വെബ് പേജ്. അന്നേരം മെയിനായിട്ടും സ്റ്റാറ്റിക് ഡൈനാമിക് തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. സ്റ്റാറ്റിക്കിന് കണ്ടന്റ് ഫിക്സ്ഡ് ആയിരിക്കും, ഡൈനാമിക്കിൽ കണ്ടന്റ് ചേഞ്ച് ചെയ്യും. പിന്നെ രണ്ടാമത്തത് സ്റ്റാറ്റിക്കിൻ്റെ ഡു നോട്ട് യൂസ് ഡേറ്റാബേസ്, ഡൈനാമിക്കിലാണെങ്കിൽ ദേ യൂസ് ഡേറ്റാബേസ് ടു ചേഞ്ച് ദ കണ്ടന്റ്. സ്റ്റാറ്റിക് ആണെങ്കിൽ എക്സിക്യൂട്ടഡ് ഓൺ ദ ബ്രൗസേഴ്സ്, ഡൈനാമിക് ആണെങ്കിൽ എക്സിക്യൂട്ട് ഓൺ ദ സെർവർ. മറ്റേ സ്റ്റാറ്റിക് ആണെങ്കിൽ ഈസി ടു ഡെവലപ്പ് ആൻഡ് ലെസ് എക്സ്പെൻസീവ്, ഡൈനാമിക് ആണെങ്കിൽ ഡിഫിക്കൽട്ട് ടു ഡെവലപ്പ് ആൻഡ് എക്സ്പെൻസീവ്. ഇതാണ് സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് വെബ് പേജസ് എന്നുകൊണ്ട് ഉദ്ദേശിച്ചത്. ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡൈനാമിക് വെബ് പേജസിൽ ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഞാൻ പറഞ്ഞു നമ്മൾ എക്സ്ട്രാ ടെക്നോളജീസ് അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ആ ടെക്നോളജീസ് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അവിടെ കുറച്ച് കോഡുകൾ സാധാരണ HTML ടാഗിനകത്ത് ഉൾപ്പെടുത്തേണ്ടതായിട്ട് വരും. അങ്ങനെ നമ്മൾ എഴുതുന്ന ഒരു സ്ക്രിപ്റ്റിംഗ് കോഡിനെയാണ് പ്രോഗ്രാമിനെയാണ് സ്ക്രിപ്റ്റ്സ് എന്ന് പറയുന്നത്. എ സ്ക്രിപ്റ്റ് is a program executed on the web page. The language that are used to create scripts are called scripting languages. അത് നമ്മൾ ഉപയോഗിക്കുന്ന ടാഗാണ് സ്ക്രിപ്റ്റ്. ആങ്കർ ടാഗിനകത്ത് സ്ക്രിപ്റ്റ് എഴുതുക, എന്നിട്ട് അത് ആവശ്യമുള്ള കോഡുകൾ എഴുതിയിട്ട് അത് ക്ലോസ് ചെയ്യുക. നമ്മുടെ സാധാരണ നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്ന പോപ്പുലർ ആയിട്ടുള്ള സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് എന്ന് പറഞ്ഞാൽ ഒന്ന് ജാവാ സ്ക്രിപ്റ്റ്, രണ്ട് അജാക്സ്, അസിൻക്രണസ് ജാവ സ്ക്രിപ്റ്റ് ആൻഡ് XML എന്നുള്ളതാണ് അജാക്സിൻ്റെ ഫുൾ ഫോം. പിന്നെ VB സ്ക്രിപ്റ്റ്, PHP, ASP ആക്റ്റീവ് സെർവർ പേജസ്, പിന്നെ JSP ജാവ സെർവർ പേജസ്, പിന്നെ CSS കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ്. ഇത്രയാണ് നമ്മൾ ഇവിടെ ഒരു ലഘുവായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് സ്ക്രിപ്റ്റ് ഈസ് എ പ്രോഗ്രാം എക്സിക്യൂട്ട് ഓൺ ദ വെബ് പേജ്. വെബ് പേജിൽ എക്സിക്യൂട്ട് ചെയ്യാവുന്ന പ്രോഗ്രാംസിനെയാണ് സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. അത് സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ടാഗിന് ആംഗിൾ ബ്രാക്കറ്റ്സിൽ നമ്മൾ ഉപയോഗിക്കുന്ന ടാഗ്സ് ഉണ്ടല്ലോ, HTML ടാഗ്സ്. അത് സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ടാഗിനകത്താണ് നമ്മൾ ഈ ആവശ്യമായിട്ടുള്ള കോഡുകൾ എഴുതുന്നത്. അത് അങ്ങനെ എഴുതാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ലാംഗ്വേജിൽ നമ്മൾ പറയുന്നതാണ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഈ പറഞ്ഞ ജാവാ സ്ക്രിപ്റ്റ്, അജാക്സ്, VB സ്ക്രിപ്റ്റ്, PHP, ASP, JSP, CSS തുടങ്ങിയാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്ന പോപ്പുലർ ആയിട്ടുള്ള സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് തന്നെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റ്സും, പിന്നെ രണ്ടാമത്തത് സെർവർ സൈഡ് സ്ക്രിപ്റ്റ്. പേരിനകത്ത് തന്നെ ഉണ്ട്. ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റ് എന്ന് പറയുമ്പോൾ ദേ ആർ എക്സിക്യൂട്ടഡ് ഓൺ ദ ബ്രൗസർ. സെർവർ സൈഡ് ആണെങ്കിൽ എക്സിക്യൂട്ട്സ് ഓൺ ദ സെർവർ. ഈ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് നമ്മൾ ക്ലയൻറ്റ് സൈഡിൽ എക്സിക്യൂട്ട് ചെയ്യുക. അതിൻ്റെ മെയിനായിട്ടുള്ള അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ നമുക്ക് എന്തെങ്കിലും ഒരു ചേഞ്ചസ് വരുത്തണമെങ്കിൽ നമ്മൾ നേരെ സെർവേഴ്സിലേക്ക് പോയി നമ്മൾ എഴുതിയേക്കുന്ന കോഡുകൾ അവിടെ തിരുത്തി അത് വീണ്ടും സേവ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതേസമയം ഈ ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ബ്രൗസറിൽ തന്നെ നമുക്ക് സെർവർ സൈഡിൽ പോകാതെ തന്നെ ബ്രൗസറിൽ തന്നെ നമുക്ക് എക്സിക്യൂട്ട് ചെയ്ത് അതിൻ്റെ ചേഞ്ചസ് നമുക്ക് വരുത്താൻ പറ്റും. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നതാണ് ക്ലയൻറ്റ് സൈഡ്. നോക്കുക, അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ് പറഞ്ഞിരിക്കുന്നത്. ദേ ആർ യൂസ്ഡ് ടു വാലിഡേറ്റ് യൂസർ ഇൻപുട്ട്, എൻഹാൻസ് വെബ് പേജസ് എക്സെട്ര. നമ്മളവിടെ യൂസ് ചെയ്തിരിക്കുന്ന സം ഓഫ് ദ പോപ്പുലർ ക്ലയൻറ്റ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് ആർ ജാവാസ്ക്രിപ്റ്റ്, VB സ്ക്രിപ്റ്റ്, ആക്ഷൻ സ്ക്രിപ്റ്റ്, DART എക്സെട്ര. അടുത്തത് നമ്മൾ അവിടെ പഠിക്കാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ രണ്ടാമത്തെ ടൈപ്പ് ആയിട്ടുള്ള സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ് സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ്. ഇറ്റ് റൺസ് ഓൺ എ സെർവർ. They accept data, process data and generates documents. Server-side scripts are used to create dynamic web pages. They can access database. Some of the popular server-side scripting languages are Perl, ASP, JSP, PHP, etc. ഇവിടെ രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് സെർവർ സൈഡ് എന്ന് പറയുമ്പോൾ മെയിനായിട്ടും ഇറ്റ്സ് റൺസ് ഓൺ ദ സെർവർ. നമ്മൾ കൊടുക്കുന്ന ഡേറ്റാസ് ഡേറ്റാബേസിലുള്ള ഡേറ്റാസ്
അക്സെപ്റ്റ് ചെയ്ത് അത് പ്രോസസ്സ് ചെയ്യണം. എന്നിട്ട് അത് ജനറേറ്റ് ചെയ്ത് അതിൻ്റെ റിസൾട്ട്സ് നമുക്ക് ക്ലയൻറ്റ് സൈഡിൽ എക്സിക്യൂട്ട് ചെയ്യുകയും വേണം. അന്നേരം സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഡൈനാമിക് വെബ് പേജസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നതാണ് സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ്. അതിൽ ASP, JSP തുടങ്ങിയ ലാംഗ്വേജ്, PHP തുടങ്ങിയതാണ് ഇപ്പം മോസ്റ്റ് കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ്. അത് നമുക്ക് ഡേറ്റാബേസിൽ ചേഞ്ചസ് വരുത്താം. ഇപ്പോൾ തന്നെ സിംഗിൾ വിൻഡോ സിസ്റ്റംസ് വന്നു. സിംഗിൾ വിൻഡോ സിസ്റ്റം വന്നപ്പോഴത്തേക്ക് നമ്മൾ ആപ്ലിക്കേഷൻസ് എല്ലാം ഓൺലൈനായിട്ടാണ് സബ്മിറ്റ് ചെയ്തത്. ആപ്ലിക്കേഷൻ ഓൺലൈൻ ചെയ്യുമ്പോൾ നോക്കാൻ സ്റ്റേറ്റ് സിലബസിലുള്ളവരുടെ നമ്മൾ ആ രജിസ്റ്റർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ഓട്ടോമാറ്റിക്കലി നല്ല പേരും ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം അതിനകത്ത് വരും. കാരണം അത് ഡേറ്റാബേസിനകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചേക്കുവാണ് നിങ്ങളുടെ ഡേറ്റ. അത് നമുക്ക് സെർവറിൽ പോയി കൂടുതൽ കൈകാര്യം ചെയ്യാതെ തന്നെ നമുക്ക് ജാവാസ്ക്രിപ്റ്റ് തുടങ്ങിയ ലാംഗ്വേജസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് അവിടെ ചെയ്യാൻ പറ്റും. അത് ക്ലയൻറ്റ് സൈഡിൽ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അന്നേരം രണ്ട് ടൈപ്പ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസും സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ്. ക്ലയൻറ്റ് സൈഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് ഇസ് എക്സിക്യൂട്ടഡ് ബൈ ദ ബ്രൗസർ. സെർവർ സൈഡ് ആകുമ്പോഴത്തേക്ക് ഇറ്റ്സ് റൺസ് ഓൺ ദ സെർവർ. ഇനി നമുക്ക് ആ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് ഏതൊക്കെയാണെന്നുള്ളത് ഡിഫറൻസ് നോക്കുക. ക്ലയൻറ്റ് സൈഡ് ആൻഡ് സെർവർ സൈഡ്. ക്ലയൻറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ ദേ ആർ എക്സിക്യൂട്ടഡ് ബൈ ദ ബ്രൗസർ. സെർവർ സൈഡ് എന്ന് പറയുമ്പോൾ ദേ ആർ എക്സിക്യൂട്ടഡ് ബൈ ദ വെബ് സെർവർ. ക്ലയൻറ്റ് സൈഡിൻ്റെ യൂസ്ഡ് ടു വാലിഡേറ്റ് യൂസർ ഇൻപുട്സ്. സെർവർ ആകുമ്പോൾ യൂസ്ഡ് ടു പ്രോസസിങ് ദ ഡേറ്റ. Client side it is used to create static web pages. Server side it is used to create dynamic web pages. Client side scripting depends on the browser type. Server എന്ന് പറയുമ്പോഴത്തേക്ക് it does not depend on the browser. ഏത് വെബ് സെർവറിലും നമുക്കത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇതാണ് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് അതിനകത്തിലെ ഓരോ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് പറയാം. അതിന് ഉള്ളതാണ് ജാവാസ്ക്രിപ്റ്റ്, VBScript. JavaScript എന്താണെന്ന് നോക്കാം. It is a client-side scripting languages used to make web pages interactive and work in almost every browser. It is developed by Brendan Eich. JavaScript എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു client-side scripting languages ആണ്. അത് നമുക്ക് വെബ് പേജസ് കൂടുതൽ ഇൻട്രാക്റ്റീവ് ആക്കുക. എന്നുവെച്ചാൽ ഡൈനാമിക് ആയിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അത് ജാവാസ്ക്രിപ്റ്റ് ഡെവലപ്പ് ചെയ്ത ആളുടെ പേരാണ് ബ്രെൻഡൻ ഈച്ച്. അത് നെറ്റ്സ്കേപ്പ് കോർപ്പറേഷന് വേണ്ടി ഡെവലപ്പ് ചെയ്ത ഒരു സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജാണ് ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. ഈ ജാവാസ്ക്രിപ്റ്റ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്ലയൻറ്റ് സൈഡിൽ നിന്ന് തന്നെ വാലിഡേഷൻ ഫോംസും മറ്റുള്ള കാര്യങ്ങളൊക്കെ വാലിഡേറ്റ് ചെയ്യാം. കാരണം നമ്മൾ ടൈപ്പ് ചെയ്യുന്നതിനകത്ത് ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് ഡേറ്റ് ഓഫ് ബർത്ത് ടൈപ്പ് ചെയ്യുന്നു. ഡേറ്റ് ഓഫ് ബർത്ത് ടൈപ്പ് ചെയ്തേക്കുന്നത് ഇപ്പോൾ ഞാൻ ഡേ എഴുതി, മന്ത് എഴുതി, ഇയർ എഴുതുക. ആ ഡേ എന്ന് പറയുന്നത് 32 കൊടുക്കുമ്പം ഓട്ടോമാറ്റിക്കലി എനിക്ക് അവിടെ ഒരു മെസ്സേജ് വരണം. എന്തുവാ ഡേയ്സ് എന്ന് പറയുന്നത് 1 മുതൽ 31 വരെ ആകാവുള്ളൂ. ചില അവിടെ തന്നെ ഒരു ഫോം വാലിഡേറ്റ് ചെയ്യുവാണ്, ചെക്ക് ചെയ്യുകയാണ് കറക്റ്റ് ആണോ ഇല്ലയോ എന്നുള്ളത്. അതിനനുസരിച്ചുള്ള നമുക്ക് ചെറിയ ചെറിയ പ്രോഗ്രാമിംഗ് കോഡ്സ് നമുക്ക് ഈ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് യൂസ് ചെയ്തിട്ട് എഴുതാൻ പറ്റും. അതേപോലുള്ള നല്ല നല്ല കോഡുകൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. എൻ്റെ എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളത്. ഇറ്റ് ക്യാൻ ബി ആൾസോ ബി യൂസ്ഡ് ടു പെർഫോം സിമ്പിൾ കാൽക്കുലേഷൻസ് ആൻഡ് ആൾസോ ഫോർ ബ്രിങ്ങിങ് അനിമേഷൻസ് ടു ദ വെബ് പേജസ്. അന്നേരം ക്ലയൻറ്റ് സൈഡിൽ നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജാണ് ഈ ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് യൂസ് ചെയ്യുന്ന ഒരു സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് തന്നെയാണ് VBScript എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഡെവലപ്ഡ് ബൈ മൈക്രോസോഫ്റ്റ് കോർപ്പറേഷൻ. വിഷ്വൽ ബേസിക് എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉപയോഗിച്ചുകൊണ്ട് ഡെവലപ്പ് ചെയ്ത ഒരു സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ് VBScript എന്ന് പറയുന്നത്. VB മീൻസ് വിഷ്വൽ ബേസിക് എന്നുള്ളതാണ് VBScript എന്ന് പറയുന്നത്. ജാവാസ്ക്രിപ്റ്റ് ഏത് ബ്രൗസറിലും വർക്ക് ചെയ്യുന്നു എങ്കിൽ ഇവിടെയുള്ള മെയിനായിട്ടുള്ള ഒരു ഡിസഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഡ്രോബാക്ക് എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ VBScript വർക്ക് ചെയ്യുന്നത് വെച്ചാൽ ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ, അതും മൈക്രോസോഫ്റ്റിൻ്റെ പ്രോഡക്റ്റ് ആയതുകൊണ്ട് ഇൻ്റർനെറ്റ് എക്സ്പ്ലോററിലാണ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യത്തുള്ളൂ. മറ്റേതിനകത്ത് മറ്റ് ബ്രൗസേഴ്സ് വർക്ക് ചെയ്യുമ്പോൾ ചിലപ്പം
ചില ഏരിയാസിൽ കോഡ് നല്ലപോലെ വർക്ക് ചെയ്തില്ല, അതിനനുസരിച്ചുള്ള ഔട്ട്പുട്ട് നമുക്ക് കിട്ടാതെ വരും. അതുകൊണ്ട് തന്നെ VB സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ പ്ലാറ്റ്ഫോം ഡിപ്പെൻഡൻറ്റ്. പിന്നെ ഇത് പോപ്പുലർ ആയിട്ടുള്ളത് വന്നേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ .NET ഫ്രെയിംവർക്ക് എന്ന് പറയുന്ന ഒരു ടെക്നോളജി നമ്മൾ യൂസ് ചെയ്യുന്നതിന് ശേഷമാണ് ഈ VB സ്ക്രിപ്റ്റും അതുപോലെ തന്നെ ASP ഓക്കെ കൂടുതൽ മൈക്രോസോഫ്റ്റിൻ്റെ പ്രോഡക്റ്റ്സ് ആയിട്ടുള്ള ഈ VB സ്ക്രിപ്റ്റ് ആൻഡ് ASP കൂടുതൽ പ്രചാരത്തിൽ വന്നത് ഈ .NET ഫ്രെയിംവർക്കിൻ്റെ യൂസോടുകൂടിയാണ്. ഇത് നമ്മൾ മെയിനായിട്ട് രണ്ട് ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് രണ്ടും എഴുതിയാൽ മതി, ജാവാ സ്ക്രിപ്റ്റ് ആൻഡ് VB സ്ക്രിപ്റ്റ്. ജാവാ സ്ക്രിപ്റ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ ക്ലയൻറ്റ് സൈഡ് പ്രോഗ്രാമിംഗ് ഡെവലപ്ഡ് ബൈ ബ്രെഡൻ ഈച്ച്. ഇറ്റ് ഈസ് പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻ്റ് ആണ്, ഏത് പ്ലാറ്റ്ഫോമിലും നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. അതേസമയം VB സ്ക്രിപ്റ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഡെവലപ്ഡ് ബൈ മൈക്രോസോഫ്റ്റ് കോർപ്പറേഷൻ. ഇറ്റ് ഈസ് മെയിൻലി വർക്ക് ഓൺ ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ. നോക്കുക, അടുത്ത ാണ് PHP ആൻഡ് ASP. PHP എന്ന് പറയുന്നത് ഹൈപ്പർ ടെക്സ്റ്റ് പ്രീ പ്രോസസ്സറാണ്. PHP സ്റ്റാൻഡ്സ് ഫോർ ഹൈപ്പർ ടെക്സ്റ്റ് പ്രീ പ്രോസസ്സർ. അതൊരു ഓപ്പൺ സോഴ്സ് ജനറൽ പർപ്പസ് ആയിട്ടുള്ള സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് ആണ്. നമുക്ക് HTML എംബഡ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ വെബ് ഡെവലപ്പിന് വേണ്ടി എംബഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ് PHP എന്ന് പറയുന്നത്. അത് നമുക്കൊരു സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ടൂളായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഏകദേശം ജാവയുടെ സിമിലർ ആയിട്ടുള്ള കോഡ്സ് ആണ് നമ്മളവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ C++, അതുപോലുള്ള ലാംഗ്വേജുമായിട്ട് സാമ്യമായിട്ടുള്ള കോഡ്സ് അതാണ് PHP കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് അതിൻ്റെ മെയിനായിട്ട് PHPയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് നമുക്ക് ഡൈനാമിക് വെബ് പേജസ് ഈസി ആയിട്ട് ഡെവലപ്പ് ചെയ്യാം. കാരണം നമ്മൾ HTMLൻ്റെ കൂടെ ഈ PHP കോഡോട് എഴുതുമ്പോഴത്തേക്ക് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് HTML സെൻഡ് ചെയ്യുന്നത് സാധാരണയുള്ള HTML ക്ലയൻറ്റ് ബ്രൗസറിലേക്ക് സെൻഡ് ചെയ്യുന്നിട്ട് PHP എന്ന് പറയുന്ന ഡേറ്റാബേസിലേക്ക് സപ്പോർട്ട് ചെയ്യുന്നു. നമുക്ക് എഴുതിയിരിക്കുന്നത് PHP is an open source general purpose scripting language that is suited for web development and can be embedded into HTML code. It is a server-side scripting tool and its code is similar to Java, C and Perl. The main objective of PHP is to develop dynamic web pages at ease. After execution of the PHP code in the web server, an HTML page is created which is sent to the client browser. PHP supports for database programming. നമുക്ക് ഡേറ്റാബേസ് പ്രോഗ്രാമിങ്ങിന് വേണ്ടി നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഒരു മോസ്റ്റ് പവർഫുൾ ആയിട്ടുള്ള സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ്, സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ് PHP. അടുത്ത ഒരു സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ് ASP എന്ന് പറയുന്നത്, ആക്റ്റീവ് സെർവർ പേജ്. അത് മൈക്രോസോഫ്റ്റിൻ്റെയാണ്. മൈക്രോസോഫ്റ്റ് ASP is a server-side scripting environment that can be used to create and run interactive web application. നമുക്ക് ഇൻറ്ററാക്റ്റീവ് ആയിട്ടുള്ള വെബ് പേജസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് സെർവർ സൈഡ് അതിൽ യൂസ് ചെയ്യാവുന്ന ഒരു സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ് ASP എന്ന് പറഞ്ഞിരിക്കുന്നത്, ആക്റ്റീവ് സെർവർ പേജസ് എന്ന് പറഞ്ഞത്. ഇത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ASP വെച്ച് കോഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു ടെക്സ്റ്റ് മോഡിൽ തന്നെ, സാധാരണ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ടെക്സ്റ്റ് മോഡിൽ തന്നെയാണ് എഴുതുന്നത്. എഴുതി കഴിഞ്ഞാൽ നമ്മൾ സേവ് ചെയ്യുന്നത് .ASP എന്ന് പറയുന്ന എക്സ്റ്റൻഷൻ യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്. പിന്നെ മെയിനായിട്ടുള്ള ഒരു പ്രശ്നം ഇത് മൈക്രോസോഫ്റ്റിൻ്റെ പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ ഇറ്റ് വിൽ റൺ ഓൺ മൈക്രോസോഫ്റ്റ് വെബ് ബ്രൗസർ. അത് ഏതാ IIS, ഇൻ്റർനെറ്റ് ഇൻഫോർമേഷൻ സെർവർ എന്ന് പറയുന്ന വെബ് സെർവറിലായിരിക്കും അത് റൺ ചെയ്യുന്നത്. It is a very powerful scripting language. Supports variety of languages. Next, Java server page ആണ്. Java server pages എന്ന് പറഞ്ഞിരിക്കുന്നത് Java പ്രോഗ്രാമിംഗ് ലാംഗ്വേജസും ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന ഒരു ഡൈനാമിക്
വെബ് പേജസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടെക്നോളജിയാണ് JSP എന്ന് പറയുന്നത്. അത് ഡെവലപ്പ് ചെയ്തേക്കുന്നത് വെച്ചാൽ സൺ മൈക്രോ സിസ്റ്റംസ് ആണ്. നമുക്ക് ASP.യുടെ ഫയൽ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് .ASP ആണെങ്കിൽ ഇവിടെ JSP.യുടെ ഫയൽ എന്ന് പറയുന്നത് .JSP എന്ന് പറയുന്നത്. അവിടെ നമുക്ക് പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻ്റ് ആണ്. ഏത് പ്ലാറ്റ്ഫോമും, വെദർ ഇറ്റ് ഈസ് ലിനക്സ്, ഉബുണ്ടു ഓർ വിൻഡോസ്, അതൊന്നും പ്രശ്നമല്ല. നമുക്ക് ഏത് പ്ലാറ്റ്ഫോമിലും റൺ ചെയ്യാൻ പറ്റുന്നതാണ് JSP എന്ന് പറഞ്ഞിരിക്കുന്നത്. അവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന അപ്പാച്ചെ ടോംകാറ്റ് എന്ന് പറയുന്ന വെബ് സെർവർ യൂസ് ചെയ്യുന്നുണ്ട്. അത് ഫ്രീ ആയിട്ട് നമുക്ക് ഡൗൺലോഡ് യൂസ് ചെയ്യാവുന്നതാണ്. അങ്ങനെയുള്ള ഒരെണ്ണമാണ് ഇവിടെ ജാവ സെർവർ പേജ് എന്ന് പറയുന്നത്. നോക്കുക, ജാവ സെർവർ പേജസ് ടെക്നോളജി പ്രൊവൈഡ്സ് എ സിമ്പിൾ ആൻഡ് ഫാസ്റ്റ് വേ ടു ക്രിയേറ്റ് dynamic web content. It is a server-side scripting language that was developed by Sun Microsystems. JSP file have the extension .JSP. To run JSP, Apache Tomcat web server is required. ഇനി ലാസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ CSS ആണ്. CSS മീൻസ് കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ്സ്. ഇപ്പോൾ എന്നാ തന്നെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ സ്റ്റൈൽ ഷീറ്റ്സ് ക്രിയേറ്റ് ചെയ്യാം. Cascading style sheet is a style sheet language used to describe the formatting of a document written in HTML. നമ്മൾ HTML എഴുതുന്ന ഡോക്യുമെന്റ്സ് ഫോർമാറ്റ് ചെയ്യുക, നമ്മുടെ ഒരു സ്റ്റൈൽസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുക. Using CSS, we can control the color of the text, style of the font, space between paragraph, how columns are sized and layout, borders and its colors, what background images or colors are used, as well as the variety of other effects in a web page. ഒരു വെബ് പേജിൽ നമുക്ക് എങ്ങനെ വെബ് പേജ് ക്രിയേറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഫോർമാറ്റ് ചെയ്യണം, കളർ, ടെക്സ്റ്റിൻ്റെ കളർ, അതിൻ്റെ ഫോണ്ട് സ്റ്റൈല്, സൈസ്, അതുപോലെ പാരഗ്രാഫിൻ്റെ സ്പേസ് ചെയ്യാം, കോളംസ് എങ്ങനെ സൈസ് ചെയ്യാം, ബോർഡേഴ്സിൻ്റെ കളർ എങ്ങനെ കൊടുക്കാം, ബാക്ക്ഗ്രൗണ്ട് ഇമേജസ് വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് കളേഴ്സ് കൊടുക്കാം. അതൊക്കെ എങ്ങനെ വേണം എന്നുള്ളത് നമുക്ക് ഈ കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് തീരുമാനിക്കാവുന്നതാണ്. പിന്നെ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇറ്റ് അലൗസ് അഡാപ്റ്റിംഗ് ദ പ്രസന്റേഷൻ ഓഫ് വെബ് പേജസ് ടു ഡിവൈസ് വിത്ത് ഡിഫറെൻറ്റ് സൈസ് സ്ക്രീൻസ് സച്ച് ആസ് ഡെസ്ക്ടോപ്പ് മോണിറ്റേഴ്സ്, ടാബ്ലെറ്റ്സ് ഓർ മൊബൈൽസ്. ഈ ഓരോ സ്ക്രീനിൻ്റെ വലിപ്പം അനുസരിച്ച് അത് അഡ്ജസ്റ്റ് ചെയ്യാം. പ്രസൻറ്റേഷൻ നമുക്ക് വെബ് പേജ് പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് നമുക്ക് നമ്മുടേതായിട്ടുള്ള ടാഗുകളും ഒക്കെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് അവിടെ ചെയ്യാൻ പറ്റും. 3 രീതിയിലാണ് നമുക്ക് അതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഇൻലൈനായിട്ട് എന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക്കലി HTML കൂടെ തന്നെ നമുക്ക് എഴുതാം, അല്ലെങ്കിൽ എംബഡ് ചെയ്യാം, അതിൻ്റെ കൂടെ ചേർത്ത് വെച്ച് എഴുതാം, അല്ലെങ്കിൽ സെപ്പറേറ്റ് ഫയൽസ് ആയിട്ട് നമുക്കതൊക്കെ ഈ കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ്സ് ഒക്കെ നമുക്ക് അതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റും. ഇതാണ് മെയിനായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്.